മക്കളെ, എക്സാമിങ് അടുത്തെത്തി. നമ്മൾ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പാണ്. ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റും. ഇവിടെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എക്സാം ഈസി ആവോ, എക്സാം ടഫാവോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ചാനൽസിലും പലതിലും നിങ്ങളിത് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ഓരോരാൾ പറയുന്നതും നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ആർക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം പേപ്പർ നമ്മുടെ മുന്നിലെത്താതെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞൊരു വർഷം 2025 നീറ്റ് ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഇത്രത്തോളം ടഫാവും എന്നുള്ളത്? ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുവരെ നമ്മുടെ നീറ്റ് കണ്ടതിൽ, ഈ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് കണ്ടതിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷത്തത്. അപ്പോൾ നമുക്ക് ചിന്തിക്കുക, ഈ ഒരു വർഷം കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടഫായിട്ടുള്ള പേപ്പേഴ്സും കൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് എക്സാമൊക്കെ നല്ല ഈസി ആയിരുന്നു. അതായത് എല്ലാത്തിലും 600+ തന്നെ, 650+ തന്നെ ആ കട്ട് ഓഫൊക്കെ പോയപ്പോൾ എക്സാം അത്ര ഈസി ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അത്രത്തോളം ഈസി ആവില്ല എന്ന് കാണിച്ചു തന്ന ഒരു വർഷമായിരുന്നു 2025. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ കുട്ടികളും നല്ല രീതിയിൽ എക്സാം എത്ര ടഫായി കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സാം ടഫാണെങ്കിൽ എല്ലാവർക്കും എക്സാം ടഫാണ്. അല്ലാതെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ പാനിക്കായി പോകരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുന്നത്, അയ്യോ ഇതെന്താ സംഭവിക്കുന്ന, എക്സാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ 526 മാർക്കായിരുന്നു കട്ട് ഓഫ് വരാമെന്ന്? ഇല്ല. എക്സാം കഴിയുമ്പോൾ വരെ കുട്ടികൾ 600-ന് മുകളിൽ കിട്ടിയില്ലേ, പോയല്ലോ എന്ന് ചിന്തിച്ചിരുന്ന സമയമാണ്. പക്ഷെ നമുക്ക് മനസ്സിലായി എക്സാം അത്രയും ബുദ്ധിമുട്ടായിരുന്നു, കട്ട് ഓഫ് അത്രയും കുറഞ്ഞു. എന്തായാലും അതേ പേപ്പറാണ് ഈ വർഷം വരാൻ പോകുന്നതെങ്കിൽ പോലും കട്ട് ഓഫ് കൂടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടെ ആ രീതിയിൽ കുട്ടികൾ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഒരു 550, 560, 580 റേഞ്ചിലേക്കൊക്കെ കട്ട് ഓഫ് വരുന്ന രീതിയിലേക്ക് മാറും കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത് എക്സാമിന് ഒരു കഴിഞ്ഞ വർഷത്തിനേക്കാളും അത്ര കണ്ട് ടഫായില്ലെങ്കിലും ഒരു കുറച്ചും കൂടെ ഈസി ആവുന്ന രീതിയിൽ, അതായത് പക്ക ഈസി എന്നല്ല കേട്ടോ പറഞ്ഞത്, അതായത് കഴിഞ്ഞ വർഷത്തെ അത്ര ടഫാവാതെ, അതിന് മുന്നിലത്തെ വർഷത്തെ അത്ര ഈസി ആവാതെ അതിൻ്റെയൊക്കെ ആവറേജ് ലെവലിലുള്ളൊരു എക്സാം അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യായിരിക്കും. കാരണം ഫിസിക്സിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ന്യൂമറിക്കൽസ് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അത്ര ബുദ്ധിമുട്ടിലേക്ക് പോവാതെ എന്നാലും കുറേയൊക്കെ എക്സാം ഒരു ആവറേജ് ലെവലിന് മുകളിൽ നിൽക്കുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും 2026 നീറ്റ്. ആ രീതിയിൽ തന്നെ നമുക്ക് ആ എക്സാമിനെ കാണാം. ഇനി ഒരു കാര്യം കൂടെ എൻ്റെ മക്കളോട് പറയാനുള്ളത്, എക്സാമിനേഷൻ ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനെ ടഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും കൂടെ നമ്മൾ കാണിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. ഒരു എക്സാം അത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന എക്സാമൊന്നുമല്ല നീറ്റ്. നീറ്റിനെ ബുദ്ധിമുട്ടാക്കുന്നത് ഇതിൽ എഴുതുന്ന ആളുകളുടെ എണ്ണം, അതൊരു വലിയ ഫാക്ടറാണ്. കുറേ ആളുകൾ എഴുതുമ്പോഴാണ് കോമ്പറ്റീഷൻ ടഫാവുന്നത്. രണ്ടാമത് ആ ഒരു 3 മണിക്കൂറിൽ 180 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു ടാസ്ക്. ഈ സമയവും ആളുകളുടെ എണ്ണമാണ് എക്സാമിനെ ടഫാക്കി മാറ്റുന്നത്, അതായത് എക്സാമിൻ്റെ കോമ്പറ്റീഷൻ കൂട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 3 അവറിന് ചിലപ്പം നമുക്ക് 4 അവർ തന്നിരുന്നെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ആ 3 മണിക്കൂർ സമയം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം. അവിടെ നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ചിലപ്പോൾ നമ്മളൊരു ചാപ്റ്റർ ഏറ്റവും നന്നായിട്ട് പഠിച്ചായിരിക്കും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആയിരിക്കും, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് വന്നായിരിക്കും. ചിലപ്പോൾ ഏത് പേപ്പറിനുള്ളിലും എക്സാമിനേഴ്സ് ഒളിപ്പിച്ച് വെക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതിലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 1 മിനിറ്റായി 2 മിനിറ്റായി, അപ്പോഴും നമുക്കത് കിട്ടിയിട്ട് നമുക്ക് ആ ആൻസറിലേക്ക് എത്തുന്നില്ല. നമ്മൾ വീണ്ടും അതുപോലെ ഇങ്ങനെ ഇരിക്കുക, 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ഇരിക്കാനുള്ള സമയമില്ല. ചിലത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അതിനെ വിട്ടേക്കുക, നമുക്ക് തിരിച്ചു വരാം. മക്കളെ, പലപ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് തന്നെയുള്ള നീറ്റ് ക്രാക്ക് ചെയ്ത മക്കൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, ആ സമയത്ത് വിടാൻ തോന്നിയതാണ് സാറേ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആ സമയത്ത് അതിനെ വിട്ടു, അവസാനം ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പം അത് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ തുടങ്ങിയ സമയത്തുള്ള നമ്മളൊരു കുറച്ച് സ്ട്രെസ്ഡാണ്. ആ സമയത്തിന് നമുക്ക് മുന്നിൽ തന്നെ ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെ അയ്യോ ഇങ്ങനെയും കൂടെ ആയപ്പോൾ നമ്മുടെ മൊത്തം കോൺഫിഡൻസ് പോവാം. നമുക്ക് തോന്നുകയാണ് 1 മിനിറ്റോളം നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, എന്നാൽ തൽക്കാലത്തേക്ക് അതിനെ മാറ്റി നിർത്തുക, തിരിച്ചു വരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം. നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില പേപ്പേഴ്സിന് ഒളിപ്പിച്ച് വെക്കുന്ന ആ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നിന്നിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമാണ്. നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളാണ്. മക്കളെ, വീണ്ടും പറയാം,
നല്ല മക്കളായിട്ടിരിക്കുക, എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടെൻഷൻസൊക്കെ മാറ്റി വെക്കുക. ഇനിയുള്ള ദിവസങ്ങൾ എപ്പോഴും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. നല്ല ചൂടാണ് പുറത്ത്, ഈ ചൂടിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ടേക്ക് ഓടുകയാണ്. ആ ചൂടിൻ്റെ കൂടെ ഓടുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക, കുറേ വാരി വലിച്ച് വേണ്ടാത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ട് വന്നാൽ അത് എക്സാമിന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക, നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിന് തലേദിവസം നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് എക്സാം ടഫാണെങ്കിൽ എല്ലാവർക്കും എക്സാം ടഫാണ്. അപ്പം അതുകൊണ്ട് എക്സാം എന്തെങ്കിലും രീതിയിൽ ടഫാവുന്നെന്ന് കണ്ടിട്ട് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പാനിക് ആവാതിരിക്കുക. ഓക്കെ മക്കളെ, കാണാം അടുത്ത വീഡിയോയിൽ. മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.